സത്യവതിയും പരാശരനും. സത്യവതിയുടെ ജീവിതത്തിൽ വളരെയേറെ സംഭവങ്ങളുണ്ട്. പരാശരന്റെയും. ഇവരുടെ കഥയിലേക്ക് എത്തണമെങ്കിൽ വസിഷ്ഠനെ അറിയണം, ശക്തിമുനിയെ അറിയണം, അദൃശ്യന്തിയെ അറിയണം. ഇവർ മാത്രമല്ല, ഇനിയും ഇവർക്കിടയിൽ കഥയും കഥാപാത്രങ്ങളുമുണ്ട്. അവരുടെയൊക്കെ കഥകളിലൂടെ നമുക്ക് സത്യവതിയിലേക്കും പരാശരനിലേക്കും എത്താം. തന്റെ മകൻ ശക്തിയെ രാക്ഷസനായി മാറിയ കൽമഷപാതൻ വധിച്ച ശേഷം വസിഷ്ഠൻ പത്നിയും ശക്തിയുടെ ഭാര്യ അദൃശ്യന്തിയുമായി ഹിമാലയത്തിൽ താമസിക്കുന്ന കാലം. ഹിമാലയത്തിൽ വെച്ച് ഒരു ദിവസം പെട്ടെന്ന് എവിടെ നിന്നോ വേദപാരായണം കേട്ടു തുടങ്ങി. ഇവിടെ ആരാണ് വേദം ചൊല്ലുന്നതെന്ന് വസിഷ്ഠന് മനസ്സിലായില്ല. അദ്ദേഹം അത്ഭുതത്തോടെ ചുറ്റും നോക്കാൻ തുടങ്ങി. പക്ഷേ വേദം ചൊല്ലുന്ന ആരെയും അവിടെ എങ്ങും കണ്ടില്ല. ശബ്ദത്തിന്റെ ഉറവിടം തിരഞ്ഞ മുനി എവിടെ നിന്നാണ് ശബ്ദം വരുന്നത് എന്ന് ചെവിയോർത്തു. അപ്പോൾ ശക്തിമുനിയുടെ ഭാര്യ അദൃശ്യന്തി താൻ ഗർഭിണിയാണെന്ന് വസിഷ്ഠമുനിയോട് പറഞ്ഞു. ഗർഭപാത്രത്തിലെ കുട്ടിയായിരുന്നു വേദങ്ങൾ ഉച്ചരിക്കുന്നത്. ഇതറിഞ്ഞ വസിഷ്ഠൻ സന്തോഷിക്കുകയും തന്റെ ജീവിതം ഉപേക്ഷിക്കാനുള്ള തീരുമാനം വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. താമസിയാതെ അദൃശ്യന്തി ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടിക്ക് വസിഷ്ഠൻ പരാശരൻ എന്ന് പേരിട്ടു. പിതാവിന്റെ അഭാവത്തിൽ മുത്തച്ഛനായ വസിഷ്ഠനായിരുന്നു കുട്ടിയെ വളർത്തിയതും വിദ്യാഭ്യാസം നൽകിയതും. പരാശരൻ വളർന്നപ്പോൾ താപസനായി. തന്റെ പിതാവിനെ ഒരു രാക്ഷസൻ കൊന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. തന്റെ പിതാവിനെ ഇല്ലാതാക്കിയ രാക്ഷസവംശത്തെ മുഴുവൻ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി പ്രതികാരം ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. രാക്ഷസന്മാരെ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി പരാശരൻ അസുര സംഹാരത്തിനായി രാക്ഷസ സത്ര യജ്ഞം എന്ന പേരിൽ ഒരു യജ്ഞം ആരംഭിച്ചു. യജ്ഞം തുടരവേ അതിന്റെ ഫലമായി ലോകത്തിലെ എല്ലാ അസുരന്മാരും ഓരോരുത്തരായി ചാരമായി മാറാൻ തുടങ്ങി. മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത നല്ല രീതിയിൽ ജീവിക്കുന്ന നിരപരാധികളായ നിരവധി അസുരന്മാരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. യാഗത്തിന്റെ അനന്തരഫലങ്ങൾ കണ്ട് എല്ലാവരും യജ്ഞം നിർത്താൻ പരാശര മഹർഷിയോട് അപേക്ഷിച്ചു. പക്ഷേ തന്റെ പിതാവിന്റെ മരണത്തിന്റെ കോപമടങ്ങാത്ത പരാശര മുനി തന്റെ യജ്ഞം നിർത്താൻ തയ്യാറായില്ല. രാക്ഷസന്മാർ തങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി. പരാശരന്റെ യാഗം തുടർന്നാൽ ഭൂമിയിൽ രാക്ഷസകുലം ബാക്കി ഉണ്ടാവില്ലെന്ന് എല്ലാവർക്കും ബോധ്യമായി. ആര് പറഞ്ഞാലാണ് പരാശരൻ യാഗം നിർത്തുക എന്ന് ഓരോരുത്തരും ചിന്തിച്ചു. രാവണന്റെ മുത്തച്ഛനായ പുലസ്ത്യ മഹർഷി പരാശര മഹർഷിയെ കാണാനെത്തി. ഈ യജ്ഞം നിർത്താൻ പുലസ്ത്യൻ പരാശരനോട് അഭ്യർത്ഥിച്ചു. നിന്റെ കോപം ശമിപ്പിക്കുക. നിന്റെ പിതാവിന്റെ മരണം വിധിയുടെ സൃഷ്ടിയായിരുന്നു. അത്രയും ആയുസ്സേ ശക്തിമുനിക്കുണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന്റെ ഹിതം മാറ്റാൻ ആർക്കെങ്കിലും കഴിയുമോ? നിന്റെ പിതാവ് ഒരു രാക്ഷസനാൽ വധിക്കപ്പെടണമെന്നതായിരുന്നു ദൈവനിശ്ചയം. കോപം എന്നത് ആർക്കും ഭൂഷണമല്ല, വിഡ്ഢികളുടെ വികാരമാണത്. ഇവിടെ നീയും ചെയ്യുന്നത് കൊടിയ പാപമാണ്. കാരണം നിന്റെ യാഗഫലമായി നിരപരാധികളായ രാക്ഷസന്മാരും കൊല്ലപ്പെടുകയാണ്. ഓരോ മനുഷ്യനും സ്വന്തം പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കണം. നമ്മുടെ ഏറ്റവും വലിയ ശത്രു കോപമാണ്. കോപം എന്നത് നമ്മുടെ തന്നെ ശത്രുവാണ്. കഠിനാധ്വാനം, പ്രശസ്തി, ഭക്തിനിർഭരമായ തപസ് എന്നിവയാൽ മനുഷ്യൻ നേടിയെടുക്കുന്ന എല്ലാറ്റിൻ്റെയും നാശം കോപം മൂലമാണ്. അത് പ്രധാനപ്പെട്ട എല്ലാറ്റിനെയും തടയുന്നു, ഇല്ലാതാക്കുന്നു. ജ്ഞാനികളുടെ മനസ്സിൽ കോപത്തിന് ഇടമുണ്ടായിരിക്കുകയില്ല. അവർ എപ്പോഴും കോപം ഒഴിവാക്കുന്നു, കോപത്തെ അകറ്റി നിർത്തുന്നു. കുഞ്ഞേ, നീ അതിന്റെ സ്വാധീനത്തിന് വിധേയനാകരുത്. കരുണയാണ് നീതിമാന്മാരുടെ ശക്തി. നീ അതനുസരിക്കണം. പുലസ്ത്യൻ പരാശരനോട് അഹിംസയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. ഒരു രാക്ഷസൻ ചെയ്ത തെറ്റിനൊരു തെറ്റും ചെയ്യാത്ത എല്ലാ രാക്ഷസന്മാരെയും കൊല്ലുന്നത് അന്യായമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. പുലസ്ത്യന്റെ വാക്കുകൾ ശ്രദ്ധിച്ച പരാശരൻ തന്റെ യജ്ഞം നിർത്തി. പരാശരൻ തന്റെ വാക്കുകൾ കേട്ട് യജ്ഞം നിർത്തിയതിൽ സന്തുഷ്ടനായ പുലസ്ത്യ മഹർഷി അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ നൽകി. പുരാണ സംഹിതയുടെ രചന പരാശരനാൽ നിർവഹിക്കപ്പെടുമെന്ന പ്രവചനവും നടത്തി. യജ്ഞത്തെ തുടർന്ന് പരാശരൻ രാജ്യത്തുടനീളം യാത്ര തുടങ്ങി. ഈ യാത്രക്കിടയിൽ ഒരു ദിവസം യമുനാ നദിയുടെ തീരത്തുള്ള ഒരു ചെറിയ കുഗ്രാമത്തിൽ അദ്ദേഹം എത്തി. സന്ധ്യാസമയത്താണ് മഹർഷി അവിടെ എത്തിയത്. അവിടുത്തെ മുക്കുവരാജാവായ ദശരാജ് മഹർഷിയെ ആചാരപൂർവ്വം സ്വീകരിച്ചു. നദി കടന്നു വേണമായിരുന്നു മഹർഷിക്ക് യാത്ര തുടരാൻ. സന്ധ്യയായതിനാൽ വള്ളത്തിലൂടെയുള്ള യാത്ര ബുദ്ധിമുട്ടാണെന്നും അന്ന് രാത്രി തന്റെ വീട്ടിൽ തങ്ങണമെന്നും മുക്കുവ രാജാവ് അപേക്ഷിച്ചു. രാജാവിന്റെ അപേക്ഷ പരാശരൻ സ്വീകരിച്ചു.
അന്നു രാത്രി മുക്കുവരാജാവിന്റെ വീട്ടിൽ പരാശരൻ കഴിഞ്ഞു. മുക്കുവരാജാവിന്റെ വളർത്തുമകളായിരുന്നു കാളി. ഉപരിചരവസു രാജാവിന്റെ കൊട്ടാരത്തിലെത്തിച്ച മത്സ്യത്തിന് പിറന്ന മകളായിരുന്നു അവൾ. മത്സ്യത്തിന്റെ പുത്രിയായതിനാലും ശരീരത്തിന് മത്സ്യഗന്ധം ഉണ്ടായിരുന്നതിനാലും മത്സ്യഗന്ധി എന്ന ഒരു പേരുകൂടി അവൾക്കുണ്ടായിരുന്നു. മുക്കുവരാജാവ് ദശരാജൻ ഒരു തോണിക്കാരൻ കൂടി ആയിരുന്നതിനാൽ യാത്രക്കാരെ തോണിയിൽ കയറ്റി ഗംഗാനദിയുടെ പോഷക നദിയായ കാളിന്ദി നദി കടത്തുന്നതിൽ കാളിയും അച്ഛനെ സഹായിച്ചിരുന്നു. നേരം പുലർന്നപ്പോൾ മുക്കുവരാജാവ് കാളിയോട് മുനിയെ തോണിയിൽ നദി കടത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് വിടാൻ ആവശ്യപ്പെട്ടു. പിതാവിന്റെ ആവശ്യപ്രകാരം കാളി മഹർഷിക്കൊപ്പം വള്ളക്കടവിലേക്ക് പോയി. മഹർഷി വള്ളത്തിൽ കയറി. കാളി അക്കരയ്ക്ക് വള്ളം തുഴഞ്ഞു. കടത്തുവള്ളത്തിലിരുന്ന് പരാശരൻ സുന്ദരിയായ കാളിയെ നോക്കി. അദ്രിക എന്ന അപ്സരസിന്റെ പുത്രിയായതിനാലാവാം അവൾ അതീവ സുന്ദരിയായിരുന്നു. അവളുടെ സൗന്ദര്യത്തിൽ മഹർഷി വല്ലാതെ ഭ്രമിച്ചു. പരാശരൻ അവളോട് അനുരാഗമുണ്ടായി. അദ്ദേഹം അവളോട് പ്രേമാഭ്യർത്ഥന നടത്തി. അവൾ പലതും പറഞ്ഞ് മുനിയെ പിന്തിരിപ്പിക്കാൻ നോക്കി. അവളിലൂടെ തനിക്കൊരു മകൻ ജനിക്കാനുള്ള ആഗ്രഹം നിറവേറ്റാൻ മഹർഷി അവളോട് ആവശ്യപ്പെട്ടു. അങ്ങൊരു ബ്രാഹ്മണനാണ്. ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവളാണ്. കുലമഹിമ വെച്ച് നോക്കിയാൽ നമ്മൾ തമ്മിൽ ചേരില്ല. ഇത്തരമൊരു ബന്ധം നല്ലതല്ല. കാളി താഴ്മയായി അദ്ദേഹത്തോട് പറഞ്ഞു. കാളി, പരസ്പരം ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ ജാതിയുടെ അതിർവരമ്പുകൾ നോക്കേണ്ടതില്ല. അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. നമ്മുടെ സമാഗമം ഒരു നിയോഗമാണ്. പരാശരൻ അവളെ തന്റെ ശരി ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങയുടെ ആഗ്രഹത്തിന് സമ്മതം മൂളിയാൽ ഞാൻ കന്യകയല്ലാതായി മാറും. കന്യകയല്ലാത്ത പെൺകുട്ടിയെ ആളുകൾ കൂടെ കൂട്ടില്ല. അവർ എന്നെ നാട് കടത്തും. തുടർന്ന് എനിക്ക് ജീവിക്കാനാവില്ല. മരണം മാത്രമേ പിന്നെ എൻ്റെ മുന്നിലുണ്ടാകൂ. കാളി മുനിയോട് പറഞ്ഞു. കാളി, ഞാനുമായി ബന്ധപ്പെട്ടാലും നിന്റെ കന്യകാത്വം നഷ്ടപ്പെടില്ല. തുടർന്നും നീ കന്യകയായി തന്നെ ഇരിക്കും. പരാശരൻ അവളെ ബോധ്യപ്പെടുത്തി. എന്റെ ശരീരം മത്സ്യത്തിന്റെ ദുർഗന്ധം വമിക്കുന്നതാണ്. ആ ഗന്ധം അങ്ങേക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവൾ മഹർഷിയോട് തന്റെ ശരീരത്തെ മത്സ്യഗന്ധത്തെ പറ്റി പറഞ്ഞു. അതിനും പരിഹാരമുണ്ടാക്കാമെന്ന് മഹർഷി അവൾക്ക് വാക്കുകൊടുത്തു. തുടർന്ന് പകൽ വെളിച്ചത്തിൽ മുനിയുമായി ശയിക്കുന്നത് ശരിയല്ലെന്ന് അവൾ ശഠിച്ചു. കാരണം തന്റെ പിതാവും മറ്റുള്ളവരും നദിയുടെ മറുകരയിൽ നിന്ന് തങ്ങളെ കാണുന്നുണ്ടെന്നും അതുകൊണ്ട് രാത്രി വരെ കാത്തിരിക്കണമെന്നും കാളി മുനിയോട് അപേക്ഷിച്ചു. അതിനും പരാശരൻ പരിഹാരം കണ്ടു. നദീതീരത്ത് ആളുകളെ കണ്ടപ്പോൾ മുനി നിബിഡമായ ഒരു മൂടൽമഞ്ഞ് സൃഷ്ടിച്ചു. മുനിയുടെ ശക്തിയാൽ ആ പ്രദേശം മുഴുവൻ മൂടൽമഞ്ഞിൽ മൂടി. പരാശരൻ അവൾക്കൊരു കുഞ്ഞിനെ നൽകുന്നതിൽ സത്യവതി വീണ്ടും അദ്ദേഹത്തെ തടസ്സപ്പെടുത്തി. തനിക്ക് തന്റെ കുഞ്ഞിനെ പിരിയാൻ കഴിയില്ലെന്നും സമൂഹം തന്നെ മോശപ്പെട്ടവളായി കാണുമെന്നും അവൾ പറഞ്ഞു. താൻ ഗർഭിണിയാവുന്നതും പ്രസവിക്കുന്നതും രഹസ്യമായിരിക്കണമെന്നും തന്റെ രഹസ്യം ആരും അറിയാതെ ഇരിക്കണമെന്നും അതിനായി അനുഗ്രഹിക്കണമെന്നും അവൾ പരാശരനോട് ആവശ്യപ്പെട്ടു. പരാശരൻ അതും സമ്മതിച്ചു. നിനക്ക് ജനിക്കുന്ന പുത്രൻ മഹാമുനിയെ പോലെ പ്രശസ്തനാകും. നിന്റെ ശരീരത്തെ ദുർഗന്ധം മാറി ഇനി മുതൽ നിന്നിൽ നിന്ന് സുഗന്ധം പ്രവഹിക്കും. നിന്റെ യൗവനവും സൗന്ദര്യവും ശാശ്വതമായിരിക്കും. പരാശരൻ അവൾക്ക് ഈ അനുഗ്രഹങ്ങൾ നൽകി. പരാശരനും സത്യവതിയും തോണിയിൽ ശയിച്ചു. സുന്ദരിയായ സത്യവതിയിൽ പരാശരൻ തൃപ്തിപ്പെടുകയും ചെയ്തു. പരാശരൻ അവൾക്കൊരു പുത്രനെ നൽകി. ഇരുണ്ട നിറമുള്ളവനായിരുന്നു കുട്ടി. അതിനാൽ കൃഷ്ണ എന്ന പേരിലും ദ്വീപിൽ ജനിച്ചത് എന്ന അർത്ഥമുള്ള ദ്വൈപായനൻ എന്നും കുട്ടിയെ വിളിക്കാമെന്ന് മുനി പറഞ്ഞു. കൃഷ്ണദ്വൈപായനൻ എന്ന മുനി കുട്ടിയെ വിളിച്ചു. അതിനുശേഷം നദി കടന്ന മുനി അപ്രത്യക്ഷനായി. നിമിഷങ്ങൾക്കകം പൂർണ്ണ വളർച്ച നേടിയ കൃഷ്ണദ്വൈപായനനും അമ്മയെ വന്ദിച്ച് തപസ്സിനായി പുറപ്പെട്ടു. കാളിയിൽ നിന്നും ശുദ്ധമായ സുഗന്ധം പരക്കുന്നതിനാൽ അവൾ പിന്നീട് സത്യവതി എന്നും അറിയപ്പെട്ടു.